ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചൈറ്റ്സ് മൈ വേർഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? അങ്ങോട്ട് ഓണമൊക്കെ എവിടെ വരെയായി? ഡ്രസ്സൊക്കെ എടുത്തോന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഓണ ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് ഓണത്തിനിടാനായിട്ടുള്ള ഒരു ഡ്രസ്സ് എന്ന് വെച്ചാൽ ഞാനൊരു സാരി വാങ്ങി, അതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തത്. അപ്പോൾ അത് ചെയ്തപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു കുപ്പിവള വാങ്ങാമെന്ന്. അപ്പോൾ കുപ്പിവള അവളുടെ ആ ഒരു ഡ്രസ്സിന് മാച്ച് ആയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് ഞങ്ങൾ രാമചന്ദ്രൻ്റെ തന്നെ ഒരു ഫാൻസി മാത്രമായിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് കുറച്ച് നല്ലത് കിട്ടുന്നത്, അല്ലാതെ നമ്മുടെ ആ ഷോപ്പിൽ നല്ലതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അവിടേക്കാണ് കേട്ടോ പോകുന്നത്. സിറ്റിയിൽ അന്യായ തിരക്കാണ് കേട്ടോ. ഈ ഓണം വിപണിയൊക്കെ സജീവമായിട്ട് നടക്കുന്നത്. സ്ട്രീറ്റ് ഷോപ്പിംഗ് ആട്ടോ കൂടുതലും. ഇവിടെ അറിയാമല്ലോ, നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്നവർക്കറിയാം, നല്ല തിരക്കാണ് നമുക്ക് ഓണമൊക്കെ വന്നാൽ. ഇത് നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വാച്ച് വിൽക്കുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു വാച്ച് വാങ്ങാനായിട്ട് നിൽക്കുവാണ്. 200 രൂപയാണ് ഈ വാച്ചുകൾക്കെല്ലാം. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നമ്മൾ സൂക്ഷിച്ചാൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു വാച്ചാണ് കേട്ടോ എടുത്തത്. ഇവിടെ നിന്ന് നമ്മൾ എപ്പോഴും വാങ്ങുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ വരെ വന്നില്ല. അപ്പോൾ പത്മനാഭസ്വാമി ടെമ്പിളും കൂടെ ജസ്റ്റ് ഒന്ന് എടുക്കാൻ വെച്ചാൽ അങ്ങോട്ട് പോയി വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ്, വെയിൽ കേട്ടോ, വെയിലത്ത് നിന്ന് എടുക്കാനെന്നുള്ളൊരു ത്രാണിയില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് പോവാത്തത്. പിന്നെ ഞങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ രാമചന്ദ്രൻ്റെ ഒരു ഫാൻസി കടയിൽ നിന്നാണെന്ന്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഇതൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ അവിടെ കുറേ സാധനങ്ങളുണ്ട്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഫാൻസിക്കകത്ത് കയറി ഒരുപാട്. അപ്പോൾ ഞാനതിൽ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കമ്മലൊക്കെ എത്ര രൂപ തോന്നുന്നു നിങ്ങൾക്ക് പറയാമോ? ഭയങ്കര റേറ്റ് കുറവായിരുന്നു. നമ്മൾ സാധാരണ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല, ഇവിടെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഈ ഒരു ആൻറ്റിക് ജിമുക്കാസൊക്കെ നമ്മൾ സാധാരണ ഷോപ്പുകളിലൊക്കെ 500, 600 അതൊക്കെയാണ് റേറ്റ്. ഇവിടെ 250 രൂപയായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ ഒരു വള, അത് ഒരുപാട് ഇഷ്ടമായി. അതിൻ്റെ കുറേ വെറൈറ്റിയിലുണ്ട്. നമ്മൾ ഡയമണ്ടിൻ്റെയൊക്കെ ലോക്ക് വളയൊക്കെ ഇല്ലേ, അതുപോലത്തെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വെറും 200 രൂപ, 199 രൂപയായിരുന്നു വില. നല്ല രസമുണ്ട് കേട്ടോ ഓരോന്നിട്ടോ. ഇത് എൻ്റെ കയ്യിരിക്കുന്ന എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. നല്ല ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെയൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മുടെ ഈ സറൗണ്ടിങ്സിലൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വള ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയതൊക്കെയാണ് കേട്ടോ വീഡിയോ എടുത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള വള. ഇതിൻ്റെ ഒരു ഗോൾഡ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു പവനൊക്കെ കൊടുക്കുമ്പോൾ കിട്ടും. അപ്പോൾ സ്വർണ്ണം എല്ലാവർക്കും വാങ്ങിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലത്തെയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നേരത്തെ ഞാൻ കാണിച്ചതിൻ്റെ അവർ ചെറുതാണ് കേട്ടോ. പിന്നെ ഇത് ഈ കമ്മലല്ല, ഇത് സെക്കൻഡ് സ്റ്റഡാണ് കേട്ടോ. അപ്പോൾ ഇത് 3 കല്ലുള്ളത് എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. എനിക്ക് കുഞ്ഞ് സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ സെക്കൻഡും തേർഡും ഒക്കെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കണ്ടാൽ വാങ്ങും. പക്ഷേ എനിക്ക് സെക്കൻഡ് സ്റ്റഡിൽ ഇവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ മോതിരങ്ങളെ പറ്റി പറയണ്ടല്ലോ, എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അത് വെറും 45 രൂപയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസിന് പറ്റിയതല്ല. ഡെയിലി യൂസിനാണെന്നുണ്ടെങ്കിൽ ഗ്യാരൻറ്റി ഉള്ളത് തന്നെ വാങ്ങണം കേട്ടോ. ഇതൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് വന്ന് ഊരി സൂക്ഷിക്കുവാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ വാങ്ങിയത് എത്രയെങ്കിലും വർഷമാവും കേട്ടോ. ഇപ്പോഴും നല്ല സൂപ്പറായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് കുറേ നാൾ യൂസ് ചെയ്തിട്ട് എൻ്റെ അനിയത്തിക്ക് കൊടുത്തു. അപ്പോൾ അവളിപ്പോഴും അതും ആണ് ഇട്ടിട്ട് നടക്കുന്നത് കേട്ടോ. പിന്നെ ഇതുപോലത്തെയൊക്കെ വളകളൊക്കെ നല്ല റേറ്റ് കുറവാണ്, 200, 300 രൂപയ്ക്ക് കേട്ടോ. ഈ ആൻറ്റിക് പീസ് അങ്ങനത്തെ വളകളുണ്ടല്ലോ, എനിക്ക് അങ്ങനെയുള്ള വളകളാണ് കേട്ടോ ഇഷ്ടം. ഈ ഒരു വളയൊക്കെ 2 400 രൂപയ്ക്കായിരുന്നു കേട്ടോ കടന്നിട്ടുണ്ടായിരുന്നത്. ഞാനിത് ലുലുവിലൊക്കെ പോകുമ്പോൾ വില എടുക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര റേറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾ മുകളിൽ വന്നു കേട്ടോ. അപ്പോൾ അവിടെയാണല്ലോ മക്കൾക്കുള്ള ഐറ്റംസൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ബോ വെറും 40 രൂപയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഇതാണ്. ഒരുപാട് കളക്ഷൻസ് പോയി. ഇത് ഓണമല്ലേ, അതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് വന്നു. അപ്പോൾ ഒരു ബോ ഞാൻ എടുത്തു. പിന്നെ ഇതേ ഇവിടെ വന്നാലും എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അവൾ കമ്മലിൻ്റെ അഡിക്റ്റാണ്. അപ്പോൾ അവളിതേ ഈ കമ്മൽ നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് എടുത്തില്ല കേട്ടോ. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് കുറച്ച് കമ്മലുകൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ ഞാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം. അട്ടക്കുളങ്ങര രാമേന്ദ്രനിലെ ഫാൻസിയിൽ എല്ലാ ഐറ്റംസൊന്നും കാണത്തില്ല കേട്ടോ. കഴിഞ്ഞതിന് ഞങ്ങൾ അവിടെയാണൊന്ന് കയറിയത്. അപ്പോൾ അവിടെ നമുക്ക് മാച്ച് ചെയ്തിട്ടുള്ള വളയോ കമ്മലോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചെന്തായാലും അടുത്ത ആഴ്ച വന്നിട്ട് ഇവിടെ വരാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ കയറാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ എല്ലാ ഐറ്റംസും നമുക്ക് ഒരുമിച്ച് തന്നെ വാങ്ങിച്ചിട്ട് പോകാമല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചു കേട്ടോ. ഓട്ടോയിൽ കയറി ഞങ്ങൾ പിന്നെ ജയലക്ഷ്മിയിലേക്കാണ് പോയത്. അവിടെ നിന്നൊരു ചുരിദാർ പീസ് എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി. ഈ തിരക്ക് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്
ഓട്ടോ ആയാലും ബസ്സായാലും കാറായാലും നടന്നായാലും ഒക്കെ നല്ല രീതിയിൽ തിരക്കാണ് കേട്ടോ. ജയലക്ഷ്മിയിൽ ഞാൻ ഇന്ന് വരെ അങ്ങനെ തിരക്ക് കണ്ടിട്ടേ ഇല്ല. ജയലക്ഷ്മി കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ, അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അവിടെ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് പോത്തീസ് ഉണ്ട്, പോത്തീസിലേക്കാണ് പോയത്. അവിടെ ഓണം ആയത് കണ്ട് ആ ഡെക്കറേഷൻ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ വർഷവും അടിപൊളി ഡെക്കറേഷനാണ് അവിടെ, സൂപ്പർ ഡെക്കറേഷനാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമായി. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ ഇതേ ഞങ്ങൾ ആ ഒരു ഇതിലേക്ക് വന്ന്. ഇവിടെ കോംബോ ഓഫറൊക്കെ നടക്കുമായിരുന്നേ, ആടി സെയിൽ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ പീസ് 1200 രൂപയ്ക്ക് ഒരു ചുരിദാറിൻ്റെ പീസ് എടുത്താൽ 1200 വേറൊരു പീസ് നമുക്ക് കോംബോ ആയിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ 1600 വേറൊരു പീസ് എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ വീണ്ടും നമുക്കൊരു കോംബോ ആയിട്ട് ഒരു 1600 വേറൊരു പീസും കൂടി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല ഓഫർ പോത്തീസിൽ കണ്ടു. പിന്നെ 1000 സംതിങ്ങോ അങ്ങനെ എന്തോ വരുന്നൊരു ധാവണി അതിൻ്റെ പകുതി വിലക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇഷ്ടമായി. ഇവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. ഈ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് എടുത്തത്. അപ്പോൾ അതൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് രാമചന്ദ്രനിലേക്കാണ് കേട്ടോ. രാമചന്ദ്രനിൽ നിന്ന് കുറച്ച് ഷർട്ടൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ ഷർട്ട് എടുക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് അവിടെയും ഓണമല്ലേ, അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ കണ്ടിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ഓണത്തിന് മാത്രം ജാതിയും മതവും ഒന്നുമില്ലല്ലേ, നമ്മളെല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നതാണ് ഓണം. അപ്പോൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രം, പെരുന്നാൾ മുസ്ലിങ്ങൾക്ക് മാത്രം, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ, എല്ലാവരും ആഘോഷിക്കൊണ്ടുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ എല്ലായിടത്തും. അപ്പോൾ നമ്മളൊരു ഷർട്ട് എടുത്തു. പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിൽ വന്നു കേട്ടോ. കിഡ്സിൻ്റെ സെക്ഷനിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. റേറ്റൊക്കെ വളരെ കുറവായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടീഷർട്ടൊക്കെ വെറും 199 രൂപയേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന ഈ ഡ്രസ്സൊക്കെ വെറും 530 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നും നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രോക്കിൻ്റെ സെക്ഷനിൽ പോയി ഫ്രോക്ക് എടുത്തു. പാർട്ടി വെയർ ആയിട്ടുള്ളതൊന്നും പിള്ളേർക്ക് കൊള്ളത്തില്ലല്ലോ, അപ്പം ഞങ്ങൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഇതൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു ഡ്രസ്സ് 540 രൂപയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഡ്രസ്സായിരുന്നു. ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ് ഞങ്ങൾ എടുത്തത്. ട്രിവാൻഡ്രത്തുള്ള ഏതൊക്കെ ഷോപ്പിൽ പോയാലും ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എവിടെ പോയാലും കിട്ടത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നെപ്പോലെ സാധാരണക്കാർക്ക് എല്ലാവർക്കും കണ്ടോ, നമ്മുടെ ഒരു പോക്കറ്റ് കാലിയാവാതുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ഇവിടെ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും ഈ രാമചന്ദ്രൻ്റെ ഫാനാണ്. നമുക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു കട പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞു ഓണ ഷോപ്പിംഗ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഓണ ഷോപ്പിംഗ് എന്ന് പറയണേ. പിന്നെ ഈ ഒരു പട്ടുപാവാടയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്നില്ലേ, അത് തന്നെയാണ് കേട്ടോ റേറ്റ്. പിന്നെ എന്താണ് സെറ്റിൻ്റെ പോലത്തെയൊക്കെ ഇല്ലേ, അതുപോലത്തെയൊക്കെ വെറും 330 രൂപയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വെറും 100 രൂപയ്ക്കുള്ള പാൻറ്റുകളാണ് കേട്ടോ. വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്നത്. ഇതിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിലിടാലോ പിള്ളേർക്ക്. 100 അല്ല 80 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു പാൻറ്റിൻ്റെയൊക്കെ റേറ്റ്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ജീൻസൊക്കെ അവിടെ വെറും 349 രൂപയ്ക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു പീച്ച് കളറാണ് കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആകുമ്പോഴത്തേക്കും എപ്പോഴും അങ്ങനെ കിട്ടത്തില്ലല്ലോ ഈ ഒരു കളർ, എല്ലാ ടീഷർട്ടിൻ്റെയും കൂടെ മാച്ച് ആവുമല്ലോ എന്നിട്ട് അവരൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രസ്സൊക്കെ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അതിലുള്ളതിന് വെറും 500 രൂപയ്ക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സെറ്റിൻ്റെ റേറ്റ് കുറഞ്ഞ പട്ടുപാവാട അവിടെ ഉണ്ടാകുന്നത് ഇതായിരുന്നു കേട്ടോ. ഇത് നമുക്ക് എന്താണ് ഒരു ഓണത്തിൻ്റെ ഒരു ഫീല് വരാൻ ഈ ഒരു സെറ്റ് സാരിയുടെ ഇത് വേണമല്ലോ. അത് വെറും 350 രൂപയ്ക്കൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ഒരു ഓണ ഷോപ്പിംഗ് എന്ന് പറയാനായിട്ടും. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സേഫായിട്ടിരിക്കുക. അടുത്ത വട്ടം നമുക്ക് എന്നെ കാണാതിരിക്കും. ബൈ.